അത് ഹലാലാണോ ഹറാമാണോ എന്നതാണ് എൻ്റെ വിഷയം. അതിൽ എത്ര തവണ വിളിച്ചിട്ടും അബ്ദുള്ള ബാസിൽ എന്ന ആനമയിലൊട്ടകം ടീം അതിലെ മുതലാളി വരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു വിഷയം മുന്നോട്ട് വെച്ചു, അതായത് അടിമത്തം ആധുനികതയിലും ഇസ്ലാമിലും. എനിക്കതിൽ താല്പര്യമില്ല. കാരണം നമ്മൾ അതിനകത്ത് ആധുനികതയിലും ഇസ്ലാമിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളല്ല. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാം, ഹാരിഫ് ഹുസൈൻ എന്ന കീലേരി ആരിഫ് കുറെ നാളുകളായി ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ മുസ്ലിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. മുസ്ലിം പണ്ഡിതന്മാരെയും ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വിഷയങ്ങളിൽ സംസാരിക്കുന്ന ആളുകളെയൊക്കെ അയാള് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ, സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം സംവാദത്തിന് വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കീലേരി ആരിഫിനെതിരെ സംസാരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വീഡിയോകളുടെ താഴെ വന്നിട്ട് കീലേരി ആരിഫിന്റെ ഫാൻസുകാർ, അതിൽ സംഘികളുണ്ട്, ക്രിസംഘികളുണ്ട്, മതമുള്ളവരുമുണ്ട്, മതമില്ലാത്തവരുണ്ട്, എല്ലാവരും വന്നിട്ട് ഈ പറയപ്പെട്ട മുസ്ലിങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കീലേരി ആരിഫിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അൺമാസ്കിംഗ് അനോമലൈസ് യൂട്യൂബ് ചാനലിലെ ഡോക്ടർ അബ്ദുള്ള ബാസിലും കൂട്ടരും ഞങ്ങൾ സംവാദത്തിനാണെന്ന് അറിയിച്ചു. പക്ഷെ കീലേരി ആരിഫ് അതിനൊന്നും ഒരു മറുപടി കൊടുത്തില്ല. അങ്ങനെ അവസാനം കീലേരി ആരിഫിനെ പലരും പരസ്യമായി വെല്ലുവിളിക്കാൻ തുടങ്ങി. അയാളുടെ ചാനലിൽ, അയാളുടെ വീഡിയോസിന് താഴെയൊക്കെ ചെന്നിട്ട് ആളുകൾ ഇങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടും താങ്കൾ എന്താണ് ചർച്ചയ്ക്ക് ചെല്ലാത്തത്, സംവാദത്തിന് ചെല്ലാത്തത് എന്ന തരത്തിൽ പലരും ചോദിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ചിലരൊക്കെ ഫോണിൽ വിളിച്ചിട്ട് കീലേരി ആരിഫിനോട് പറഞ്ഞു, ഡോക്ടർ അബ്ദുള്ള ബാസിലും കൂട്ടരും താങ്കളുടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്, താങ്കൾ എന്താണ് സംവാദത്തിന് പോകാത്തത് എന്ന രീതിയിൽ പല ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ നേരിട്ടപ്പോൾ ഒരു വിശദീകരണം എന്ന രീതിയിൽ, അതിനൊരു മറുപടി എന്ന രീതിയിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കീലേരി ആരിഫ് രംഗത്ത് വന്നു. പുതിയ വീഡിയോയിൽ കീലേരി ആരിഫ് പറയുന്നത്, സംവാദത്തിന് ഞാൻ തയ്യാറാണ്, പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, ആ ഡിമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചർച്ചയ്ക്ക് വരുള്ളൂ എന്ന രീതിയിലാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സംവാദത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള പുതിയ ഒരു തന്ത്രവുമായിട്ടാണ് കീലേരി ആരിഫ് ഈ വീഡിയോയും കണ്ടുവന്നത്. അതിനും കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. നമുക്ക് ആ രണ്ട് വീഡിയോയും ഒന്ന് കണ്ടു നോക്കാം. ഇസ്ലാമിൽ അത് ഹലാലാണോ ഹറാമാണോ എന്നതാണ് എൻ്റെ വിഷയം. അതിൽ എത്ര തവണ വിളിച്ചിട്ടും അബ്ദുള്ള ബാസിൽ എന്ന ആനമയിലൊട്ടകം ടീം അതിലെ മുതലാളി വരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു വിഷയം മുന്നോട്ട് വെച്ചു, അതായത് അടിമത്തം ആധുനികതയിലും ഇസ്ലാമിലും. എനിക്കതിൽ താല്പര്യമില്ല. കാരണം നമ്മൾ അതിനകത്ത് ആധുനികതയിലും ഇസ്ലാമിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളല്ല, അതിൽ ഹറാമാണെന്ന് പറയുന്ന ആളുകളാണ്. കൃത്യമായിട്ട് വിളിച്ചു. നിങ്ങൾക്ക് ഇനി ആധുനികത എന്നുള്ളതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഞങ്ങൾ ആധുനിക പൗരന്മാരൊന്നല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വിളിക്കേണ്ടത് അടിമത്തം നാസ്തിക ധാർമ്മികതയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ ഒരു സംവാദം നടക്കുമ്പോൾ അവരവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആദർശം ഉണ്ടാവും. ഈ രീതിയിലാണല്ലോ സാധാരണ നിലയിൽ സംവാദങ്ങൾ നടക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്കിടയിൽ മുജാഹിദും സുന്നികളും തമ്മിൽ ധാരാളം സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ സുന്നി പണ്ഡിതന്മാര് സുന്നികളുടെ ആദർശങ്ങൾ പറയാനും മുജാഹിദ് പണ്ഡിതന്മാര് അവരുടെ മുജാഹിദിന്റെ ആദർശങ്ങൾ പറയാനുമാണ് ആ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരും ക്രൈസ്തവ പണ്ഡിതന്മാരും തമ്മിൽ പലതരത്തിലുള്ള സംവാദങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിൽ ക്രൈസ്തവ പണ്ഡിതന്മാർ അവരുടെ വിശ്വാസധാരയെ കുറിച്ച് സംസാരിക്കാനും മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ വിശ്വാസധാരയെ കുറിച്ച് സംസാരിക്കാനുമാണ് അതിൽ പങ്കെടുക്കുന്നത്. ഈ രീതിയിൽ ആരിഫ് ഏത് സംഘടനയെ അല്ലെങ്കിൽ ഏത് പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ് ഡോക്ടർ ബാസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്തുകൊണ്ടാണ് ആരിഫിന് ഒരു മറുപടി ഇല്ലാത്തത്? ആരിഫ് പറയുന്നത് അടിമത്തം ഇസ്ലാമിൽ ഹറാമാണോ ഹലാലാണോ എന്നതാണ് വിഷയം. ആയിക്കോട്ടെ, വിഷയം അതായിക്കോട്ടെ, അതിനവർ തയ്യാറാണ്. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇസ്ലാമിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസധാരകൾ പറയാൻ, അടിമത്തം ഇസ്ലാമിൽ ഹറാമാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താൻ മുസ്ലിങ്ങളിൽ നിന്നും ഒരു കൂട്ടർ വരുമ്പോൾ, താങ്കൾ വരുന്നത് എവിടെ നിന്നാണ്? താങ്കൾ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? ആധുനിക മനുഷ്യൻ എന്ന നിലയിലാണോ താങ്കൾ വരുന്നത്? അതല്ലെങ്കിൽ യുക്തിവാദി എന്ന നിലയിലാണോ താങ്കൾ വരുന്നത്? അതല്ലെങ്കിൽ സംഘി എന്ന ലേബലിലാണോ താങ്കൾ വരുന്നത്? അതല്ലെങ്കിൽ ഹൈന്ദവ മത വിശ്വാസി എന്ന നിലയിലാണോ താങ്കൾ വരുന്നത്? താങ്കൾ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന വിഷയത്തില് ആധുനികത എന്ന വാക്കാണ് തന്റെ പ്രശ്നമെങ്കിൽ താങ്കൾ പറഞ്ഞാൽ മതി, അവിടെ എന്ത് വാക്ക് എഴുതി ചേർക്കണം? അവിടെ യുക്തിവാദി എന്ന് എഴുതി ചേർത്താൽ മതിയോ? അടിമത്തം ഇസ്ലാമിലും യുക്തിവാദത്തിലും. അല്ലെങ്കിൽ താങ്കൾ സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണെങ്കിൽ അടിമത്തം ഇസ്ലാമിലും സംഘപരിവാറിലും. ഇനി അതുമല്ലെങ്കിൽ താങ്കൾ ശൂന്യാകാശത്തിൽ നിന്ന് വന്നവനാണോ എങ്കിൽ അടിമത്തം ഇസ്ലാമിലും ശൂന്യാകാശത്തിലും എന്ന വിഷയത്തിലും അവർ ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്തിനാണ് കീലേരി ആരിഫ് നീ ഇത്ര പേടിക്കുന്നത്? നിനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ, നീ ധൈര്യമുള്ളവനാണെങ്കിൽ നീ ആ സംവാദത്തിന് തയ്യാറാവൂ. നീ ഏത് വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയൂ. നിനക്കൊരു അഡ്രസ് ഇല്ലേ?
നീ ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്ന് നിനക്ക് തന്നെ ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ലേ, ഒരു നിലപാടില്ലേ? നീ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? നീ ഏത് ആദർശമാണ് ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നീ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്താണ്? ആ വിഭാഗം ഏതാണ്? ആ വിഭാഗത്തിന്റെ പേര് പറയാൻ നിനക്ക് എന്താണ് അസ്വസ്ഥത? നീ എന്തിനത് മറച്ചു പിടിക്കണം? അത് പുറത്തു പറയാൻ കൊള്ളാത്തത്ര ചീഞ്ഞു നാർന്ന ഒരു പ്രത്യയശാസ്ത്രമാണോ? ഇസ്ലാമും മുസ്ലിങ്ങളും അവർ പ്രാകൃത മതക്കാരാണെന്നും പ്രാകൃത വിശ്വാസികളാണെന്നും നീ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രാകൃത വിശ്വാസം പറയാൻ, അവർ ഇസ്ലാമിന്റെ വിശ്വാസം പറയാൻ മുസ്ലിങ്ങളായിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള ബാസിലും കൂട്ടരും നിന്റെ മുമ്പിൽ വരുമ്പോൾ നിന്നെ ആധുനിക മനുഷ്യനായി കണ്ടാണ് അവർ ആധുനികത എന്ന് പേര് വെച്ചത്. നിനക്കത് പിടിച്ചില്ല. എന്താണ്, നീ ആധുനിക മനുഷ്യനല്ലേ? നീ ആധുനിക മനുഷ്യനാണെന്നും ആധുനിക ലോകത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്നും ആധുനിക ലോകത്തിന് മതം അപകടമാണെന്നും മതവിശ്വാസം പൂർണ്ണമായും തള്ളി എല്ലാവരും യുക്തിവാദത്തിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് എന്തുകൊണ്ടാണ് ഒരു വിഷയത്തിൽ സംവാദം വെക്കുമ്പോൾ നിനക്ക് സ്വന്തമായിട്ട് നിനക്ക് പ്രതിനിധീകരിക്കാൻ ഒരു പ്രത്യയശാസ്ത്രമില്ലാത്തത്, നിനക്ക് പ്രതിനിധീകരിക്കാൻ ഒരു ആദർശമില്ലാത്തത്? അതുകൊണ്ട് ആരിപ്പ നീ ഉടായി പറക്കരുത്, നീ ഒളിച്ചു കളിക്കരുത്. ധൈര്യമുണ്ടെങ്കിൽ, ആണാണെങ്കിൽ, ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കീലേറി ആരിപ്പ നീ സംവാദത്തിന് തയ്യാറാകുകയാണ് വേണ്ടത്. ഇനി നിന്റെ ഒരു ഉടായ്പും നിന്റെ ഒരു ഒളിച്ചുകളിയും ഇവിടെ നടക്കില്ല എന്ന് പ്രത്യേകം എന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഡോക്ടർ അബ്ദുള്ള ബാസിലിനോടും കൂട്ടരോടുമാണ്. ഇനി അഥവാ നിക്കക്കള്ളി ഇല്ലാതെ സംവാദത്തിന് വരികയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കീലേറി ആരിഫ് സംവാദത്തിന് വരും. അങ്ങനെ സംവാദത്തിന് വന്നാൽ അവനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഏത് രീതിയിലാണ് അവനെ കൈകാര്യം ചെയ്യേണ്ടതെന്നും നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ സംവാദവേദിയിൽ സഹസംവാദകനോടോ അല്ലെങ്കിൽ സഹസംവാദകരോടോ ഒരു തരത്തിലുള്ള മര്യാദയോ മാന്യതയോ വെച്ച് പുലർത്താത്തവനാണ്. തന്നോടൊപ്പം സംവാദത്തിൽ പങ്കെടുക്കുന്ന സഹസംവാദകന്റെ മതവും അവന്റെ വിശ്വാസവും അവന്റെ ജീവിത രീതികളും അവന്റെ ആചാരങ്ങളും അവന്റെ തൊഴിലും എന്ന് വേണ്ട എന്തൊക്കെയുണ്ടോ അതിനെല്ലാം മോശമായി പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന നികൃഷ്ടമായ ഒരു മനോഭാവത്തിന് ഉടമ കൂടിയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന കീലേറി ആരിഫ്. നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഉദാഹരണമായി 2022 ഷുഹൈബ് ഹൈത്തമിയും ആരിഫ് ഹുസൈനും തമ്മിൽ നടന്ന സംവാദത്തിലെ ചില ഭാഗങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഔദു ബിദിംഗനാഹി മിനൽ ലുട്ടാബി റജീം ബിസ്മിൽ ദിംഗനാഹി റഹ്മാനിർ റഹീം. യുവൽ നോവ ഹറാരി said once. മറ്റൊന്ന് ഇനി അവിടെ എനിക്ക് പറയാനുള്ളത്, ബയഗോട്ടി എത്ര വലിയ തെറ്റാണ്. ഒരു മതത്തോട് അന്ധമായ വിരോധം. എന്നെ ഈ ഒരു ട്യൂണിലേക്ക് ഒരുപക്ഷെ ഇറക്കിയത് ഞാൻ ഈ സദസ്സിനോട് മൊത്തം ക്ഷമാപണം നടത്തുകയാണ്. ഒരു മതത്തിന്റെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രസംഗത്തിന് തുടക്കത്തിൽ തന്നെ ഒരു മതത്തിന്റെ കോഡ്സ്, ഇന്ത്യൻ ഭരണഘടനയുടെ ദേശീയ ഗാനം പാകിസ്ഥാൻ തെറ്റായി ചൊല്ലിയാൽ അതിന്റെ ആധുനികത മൂല്യവും ജനാധിപത്യ മൂല്യവും എന്താ? പ്രശ്നമല്ലേ? അപ്പൊ ഞാനതിലൊരിക്കലും പ്രൊവോക്കഡ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റായ സമീപനമാണെന്ന് പറയാതെ എനിക്ക് നിർവാഹമില്ല. കണ്ടില്ലേ, ഇതാണ് ഇവന്റെ സംസ്കാരം. അവൻ യുക്തിവാദിയാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നോടൊപ്പം സംവാദത്തിന് വന്ന തന്റെ സഹസംവാദകന്റെ മതവിശ്വാസത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പരിശുദ്ധമായ വേദപുസ്തകത്തെ ഖുർആനിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവൻ ഡിങ്കന്റെ പേര് കൊണ്ടുവന്ന് അതിനെ കൂടുതൽ മോശമായ രീതിയിൽ തരം താഴ്ത്തുന്ന രീതിയിലാണ് അവൻ അവിടെ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആരിഫ് ഹുസൈനെ പോലെയുള്ള തെമ്മാടികളുമായി വേദി പങ്കിടുമ്പോൾ ആരാണെങ്കിലും അവർ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. ഇവിടെ ആരിഫിന്റെ പരിഹാസത്തിനും ആക്ഷേപത്തിനും കൃത്യമായ ഒരു മറുപടി സദസ്യരെ സാക്ഷിയാക്കി ഹൈത്തമി നൽകിയെങ്കിലും ആ പ്രോഗ്രാം കണ്ട ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അതിൽ സംതൃപ്തരല്ല എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഒരു സംവാദ വേദിയിൽ തന്റെ സഹസംവാദകനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഏത് രീതിയിലാണ് അദ്ദേഹവുമായി ഇടപഴകേണ്ടതെന്നും വളരെ കൃത്യമായി ഇതേ സംവാദത്തിൽ നമ്മുടെ ഹൈത്തമി കാണിച്ചു തരുന്നുണ്ട്. ആ ഭാഗവും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോ മരുന്നാണ് വേണ്ടത്, മതം അത് വേണ്ട, അതിന് സംശയമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലൊക്കെ പ്രവാചകൻ ആണോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവുക, കാര്യം തുറന്നു പറയാ, മരുന്ന് വാങ്ങിക്കഴിക്കുക, ഇത്രേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട ആരിഫ് ഭയ്യ, മറ്റു സ്നേഹിതരെ, നമുക്ക് തുടരാം. കണ്ടില്ലേ ഹൈത്തമി എത്ര മാന്യമായിട്ടാണ് സംവാദകനായിട്ടുള്ള തന്റെ സഹസംവാദകനായിട്ടുള്ള ആരിഫിനോട് പെരുമാറിയതെന്ന്. തന്റെ മതവിശ്വാസത്തെ പരിഹസിച്ചും തന്റെ വിശ്വാസികളെ മോശമായി ചിത്രീകരിച്ചും തന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പോലും വികലമാക്കി ഓതിയും അതിനെ പ്രചരിപ്പിച്ചും ആക്ഷേപിച്ചും സംസാരിക്കുന്ന ഒരു സഹസംവാദകൻ
അയാളുടെ അവസരം കഴിഞ്ഞ് അയാളുടെ സീറ്റിൽ വന്നിരിക്കുമ്പോൾ തനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അയാളുടെ തോളിൽ തട്ടി അയാൾക്കൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ടാണ് തന്റെ അവസരത്തിന് വേണ്ടി മൈക്കിന്റെ മുമ്പിലേക്ക് വരുന്നത്. അവിടെ വന്നിട്ട് ഇത്രയും രൂക്ഷമായി തന്നെ വിമർശിച്ച, തന്റെ വിശ്വാസത്തെ ഇകഴ്ത്തി കാണിച്ച സദസ്യരുടെ മുമ്പിൽ വെച്ച് തന്നെ ആരിഫ് ഭയ്യ എന്നും ആരിഫ് സാർ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഹൈത്തമി പിന്നെയും ആ സംവാദത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ ഇതേ ആരിഫ് പിന്നീട് ഈ സംവാദത്തിനൊക്കെ ശേഷം ഇപ്പോഴും അയാളുടെ പേജിൽ, അയാളുടെ ചാനലിൽ ഹൈത്തമിയെ പയൽവാൻ ഹൈത്തമി എന്ന് പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടുമാണ് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആദരവർഹിക്കുന്ന സംവാദകൻ ആരാണെന്നും ആർക്കാണ് മാന്യതയും മര്യാദയും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രീതിയിലാണ് ആരിഫിന്റെ സംവാദ രീതികൾ. ഇസ്ലാമിലെ പണ്ഡിതന്മാരെ മാത്രമല്ല, ഇസ്ലാമിലെ മുഴുവൻ മുസ്ലിം വിശ്വാസികളെ, സ്ത്രീകളെ അടക്കം, കുട്ടികളെ അടക്കം, വൃദ്ധരെ അടക്കം, സകല മനുഷ്യരെയും, അവർ മുസ്ലിമാണോ അവരെ എല്ലാം വളരെ മോശമായ രീതിയിലാണ് ആരിഫ് ആക്ഷേപിക്കാറുള്ളത്, പരിഹസിക്കാറുള്ളത്. സംവാദങ്ങളിൽ, ചർച്ചകളിൽ, മുഖാമുഖങ്ങളിൽ, മത്സരങ്ങളിൽ പരസ്പരം പങ്കെടുക്കുന്നവർക്കിടയിൽ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് മാന്യതയുടെയും മര്യാദയുടെയും സർവോപരി അവരിലെ വിജ്ഞാനത്തിന്റെയും വിനയത്തിന്റെയും കൂടി ലക്ഷണമാണ്. ഒരിക്കൽ ഒരു മത്സരത്തിന്റെ ഭാഗമായി ഫിർഔൻ മൂസാ നബിയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസിയായ അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് അല്ലെങ്കിൽ ദൂതനാണ് താനെന്ന് മൂസാ നബി നിരന്തരം ജനങ്ങളോട് പറയുമായിരുന്നു. അത്തരത്തിൽ മൂസാ നബി ജനങ്ങൾക്കിടയിൽ ചില അത്ഭുതങ്ങൾ കാണിക്കുമായിരുന്നു. അതിന് കാരണം മൂസാ നബിയുടെ കയ്യിലുള്ള ഒരു വടിയാണ്. ആ വടി കൊണ്ട് മൂസാ നബി കടലിലെ വെള്ളത്തിൽ അടിച്ചപ്പോഴാണ് വെള്ളം ഇരുവശങ്ങളിലേക്കും വകഞ്ഞു മാറി അവിടെ ഒരു വടി രൂപപ്പെട്ടത്. അത്രത്തോളം മൂസാ നബിക്ക് ഇസ്ലാം മതം പ്രബോധനം ചെയ്യാൻ ആ വടിയും അതുമൂലം ഉണ്ടാകുന്ന മൂജിസത്തുകളും അല്ലെങ്കിൽ അത്ഭുത സിദ്ധികളും വലിയ സഹായകമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഫിർഔൻ തന്റെ കൊട്ടാരത്തിൽ ഒരു മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് മൂസാ നബിയെ വിവരം അറിയിച്ചു. മത്സരം ഇതായിരുന്നു: മൂസാ നബിയുടെ കയ്യിലുള്ള വടി താഴെ ഇട്ടാൽ പാമ്പാവുമോ? അങ്ങനെ ആ വടിയെ പാമ്പാക്കി കാണിക്കാമോ? വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? തന്റെ കൊട്ടാരത്തിലുള്ള ലോക പ്രശസ്തരായ പല മജീഷ്യന്മാരും മൂസാ നബിയോടൊപ്പം മത്സരത്തിൽ ഏറ്റുമുട്ടാൻ തയ്യാറാണെന്നും ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നും മൂസാ നബിയെ ഫിർഔൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മൂസാ നബി കൊട്ടാരത്തിലേക്ക് ചെന്നു. മത്സരം കാണാൻ ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടിയിരുന്നു. അതിനിടയിൽ മജീഷ്യന്മാർ മൂസാ നബിയുടെ മുമ്പിലായി നിരന്നു നിന്നു. മത്സരം തുടങ്ങാനുള്ള സമയമായപ്പോൾ ആ മജീഷ്യന്മാരിൽ നിന്നും കുറച്ചുപേർ മുന്നോട്ട് വന്ന് വളരെ ഭവ്യതയോടെ, ആദരവോടെ സഹമത്സരാർത്ഥിയായ മൂസാ നബിയോടായി പറഞ്ഞു: അല്ലയോ മൂസാ നബി, വടി ആദ്യം താങ്കൾ ഇടുമോ അതോ ഞങ്ങൾ ഇടണോ? വളരെ വിനയത്തോടു കൂടിയുള്ള അവരുടെ ചോദ്യത്തിന് മറുപടിയായി മൂസാ നബി പറഞ്ഞു: ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള വടികൾ ഇട്ടോളൂ, അതിനുശേഷം എന്റെ കയ്യിലുള്ള വടി ഞാൻ നിലത്തേക്കിടാം. അതുപോലെ തന്നെ ആ മജീഷ്യന്മാർ അവരുടെ വടികൾ താഴേക്കിട്ടു. അതെല്ലാം വലിയ പെരുമ്പാമ്പുകളായി രൂപാന്തരം പ്രാപിച്ചു. അവസാനം മൂസാ നബി തന്റെ കയ്യിലുള്ള വടി താഴേക്കിടുകയും അവരുടെയൊക്കെ പാമ്പിനേക്കാൾ വലിയൊരു പാമ്പായി ആ വടി മാറുകയും ആ പാമ്പുകളെ എല്ലാം മൂസാ നബിയുടെ പാമ്പ് വിഴുങ്ങുകയും ചെയ്തു. ഇതാണ് ചരിത്രം. ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം: കാലക്രമേണ പ്രവാചകൻ മൂസാ നബിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് സഹമത്സരാർത്ഥികളായിട്ടുള്ള ആ മജീഷ്യന്മാർ മൂസാ നബിക്ക് മുമ്പിൽ വന്നു നിന്ന് ആദരവോടുകൂടി പെരുമാറിയെന്ന ഒറ്റ കാരണത്താൽ പിന്നീട് അള്ളാഹു താല അവർക്കെല്ലാം ഹിദായത്ത് നൽകുകയും അവരെല്ലാം ഇസ്ലാം മത വിശ്വാസത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഇത്തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരോടൊപ്പം, സംവാദത്തിൽ പങ്കെടുക്കുന്നവരോടൊപ്പം, മുഖാമുഖത്തിലും ചർച്ചകളിലും പങ്കെടുക്കുന്നവരോടൊപ്പം ഒരു മര്യാദയും മാന്യതയും ആദരവും വിനയവും ഒക്കെ പ്രകടിപ്പിക്കേണ്ടത് ഏതൊരു മനുഷ്യന്റെയും ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളിൽ ഒന്നാണ്. അതില്ലാത്ത ആരിഫിനെ പോലുള്ള എല്ലാവരെയും പരിഹസിക്കുന്ന, നീചമായി മോശമായി ചിത്രീകരിക്കുന്ന ആദരവും ബഹുമാനവും മാന്യതയും മര്യാദയും അതിന്റെയൊന്നും ഒരു കണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആരിഫിനെ പോലെയുള്ള വിവരം കെട്ടവരോടൊപ്പം വേദി പങ്കിടുമ്പോൾ അതേ രീതിയിൽ, അതേ രൂപത്തിൽ, അതേ നാണയത്തിൽ തന്നെ വേണം പ്രതികരിക്കേണ്ടത്. ഒരു തരത്തിലുള്ള ആദരവോ ഒരു തരത്തിലുള്ള മര്യാദയോ അർഹിക്കുന്ന ആളല്ല ആരിഫ് ഹുസൈൻ. അതുകൊണ്ട് തന്നെ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതിയിൽ തികച്ചും വാശിയോടെ ഒരു തരത്തിലുള്ള മര്യാദയോ മാന്യതയുടെ പെരുമാറ്റം പോലും അവനോട് വെച്ചു പുലർത്താതെ തന്നെ അവനോട് ഏറ്റുമുട്ടി അവന്റെ പണ്ടവും പടലവും വലിച്ചു കീറി പച്ചയായി ഭിത്തിയിൽ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ അവനെ അവന്റെ സംഘപരിവാറിന് വിട്ടുകൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർ അബ്ദുള്ള ബാസിലിനോടും കൂട്ടരോടും എനിക്ക് പറയാനുള്ളത്.